ഇതിൽ കൂടുതൽ പ്രണയത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാനാവില്ല തന്നെ. കവിത പോലൊരു മനോഹര സിനിമ. 1995 പുറത്തിറങ്ങിയ ദി ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടിയെ കുറിച്ചാണ് പറയുന്നത്. നദികളും താഴ്വാരങ്ങളും മലനിരകളും കടന്ന് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന അത്രമേൽ ആർദ്രമായ പ്രണയാനുഭവത്തെ ദൃശ്യവത്കരിക്കുന്ന ഇതുപോലൊരു സിനിമ അധികമുണ്ടാവില്ല തന്നെ. അഭിനയം കൊണ്ട് പ്രേക്ഷകരെ സ്തബ്ധരാക്കുന്ന ക്ലിന്റ് ഈസ്റ്റ്വുഡിനെയും മെറിൽ സ്ട്രീപ്പിനെയും കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ കാണാം. 1992 ഇതേ പേരിൽ ഇറങ്ങിയ റോബർട്ട് ജെയിംസ് വാളറുടെ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണിത്. സിനിമയുടെ സംവിധായകനും നായകനും വിഖ്യാത നടൻ ക്ലിന്റ് ഈസ്റ്റ്വുഡാണ്. റോബർട്ടായി ക്ലിന്റ് ഈസ്റ്റ്വുഡും ഫ്രാൻസിസ്കയായി മെറിൽ സ്ട്രീപ്പും ഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിക്കുന്നു. റോബർട്ടും ഫ്രാൻസിസ്കയും ഒന്നിച്ച് ഇളം വെയിൽ കണ്ട് പ്രണയിച്ച മരപ്പാലത്തിന്റെ കൈവരികളിൽ ഇപ്പോഴും ഒരു കാറ്റ് മൂളുന്നുണ്ടാകും. പ്രണയിനിയെ നഷ്ടമാവുമ്പോൾ മഴയത്തു നിന്ന് റോബർട്ട് കരയുന്നൊരു സീനുണ്ട്. പ്രേക്ഷകരുടെ ഹൃദയം കൊളുത്തി പിടിക്കുന്ന രംഗമാണത്. അമ്മയുടെ മരണശേഷം മകൻ ഒരു കത്ത് ലഭിക്കുന്നു. അതിൽ തൻ്റെ ഭൗതികാവശിഷ്ടം മാഡിസൺ പാലത്തിൽ നിന്നും താഴെ പുഴയിലേക്ക് ഇടണമെന്ന അമ്മയുടെ ആവശ്യത്തെക്കുറിച്ച് മകൻ അന്വേഷണം തുടങ്ങുകയാണ്. അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില രഹസ്യങ്ങൾ തുടർന്ന് മകൻ മനസ്സിലാക്കുന്നു. കണ്ടുകഴിഞ്ഞാലും റോബർട്ടിൻ്റെയും ഫ്രാൻസിസ്കയുടെയും പ്രണയനിശ്വാസങ്ങൾ ഓരോ പ്രേക്ഷകന്റെയും കാതിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. അത്രയ്ക്കും മനോഹരമാണ് ഈ സിനിമ ദി ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി.